ഈ ആഴ്ചയിലെ കളക്ഷൻസിൽ വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ്സും ഡെയിലി യൂസിനുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? ആദ്യത്തെ കളക്ഷൻ തന്നെ ഈ ഒരു അടിപൊളി സെറ്റാട്ടോ. ഇത് ബനാറസി വീവിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ്. ഇതിന്റെ നെക്ക് തന്നെ നമുക്കൊരു വി നെക്കിന്റെ പാറ്റേൺ ആണ് കേട്ടോ. വി അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റ് ഷേപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഈ ത്രെഡ് വർക്ക് കൂടാതെ തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്, ബുള്ളിയൻ നോട്ട്സിന്റെ വർക്ക് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകതയായിരിക്കും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല പ്രത്യേകതയായിരിക്കും. ബോഡി മൊത്തം ഒരു ബുട്ടാസ്, സ്മോൾ ബുട്ടാസ്, പോൾക്ക ഡോട്ട്സിന്റെ മോഡലിലുള്ള ചെറിയ ചെറിയ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് തന്നെ നല്ലൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബോർഡർ ഉണ്ട്. അത് നമുക്ക് താഴെയാണെങ്കിലും സ്ലിറ്റിലും അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ദുപ്പട്ടയാണെങ്കിലും സെയിം കൊടുത്തിട്ടാണ് ഇതിനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഈസി ടു ക്യാരി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു ബനാറസി, ഇപ്പൊ നല്ല ട്രെൻഡിങ്ങും ആണല്ലോ ബനാറസി സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2650 ആണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ നെക്സ്റ്റ് സൈഡ്സ് ആണ് നമുക്ക് വേറെ ഉള്ളത്, അതുകൂടി നമുക്കൊന്ന് നോക്കാമേ. നെക്സ്റ്റ് ഷെയ്ഡ് ഇതാട്ടോ. ഈ മെറ്റീരിയലിന്റെ ഫ്ലോ നിങ്ങൾ കണ്ടില്ലേ? ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ്, ഈസി ടു ക്യാരി ആട്ടോ. നല്ല ഹോൾഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കിടന്നോളും. അതുപോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. വർക്കൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ്. റെഡിഷ് മെറൂണിന്റെ ഫാമിലിയിൽ വരുന്നതാട്ടോ. ഒരു കുങ്കുമം കൂടി വന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ. പ്രോപ്പർ റെഡിഷ് മെറൂൺ അല്ല, ഒരു ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. അടുത്ത നമ്മുടെ ഷെയ്ഡ് ഈ ഒരു ഗോൾഡൻ യെല്ലോ ആണ്. ഇതിന്റെ നെക്കിലെ വർക്ക് ഒന്ന് നമുക്ക് ക്ലോസപ്പിൽ നോക്കാം കേട്ടോ. കാണിച്ചു തരാവേ. ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നമ്മുടെ ബനാറസി സെറ്റിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത സെറ്റ് പ്യോർ മൽച്ചന്തേരി മെറ്റീരിയലില് റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ. എംബ്രോയിഡറി ആണ്, ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി തന്നെയാണ് ഇതിന്റെ ഓവറോൾ കൊടുത്തിരിക്കുന്നത്. ദാമൻ പോർഷൻ ആണ് കേട്ടോ. ഞാനത് വിസിബിൾ ആവാൻ വേണ്ടി തിരിച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് യോക്കായിട്ടും യൂസ് ചെയ്യാം, അല്ലെന്നാണെങ്കിൽ ദാമനിൽ വന്നാലും ഭംഗിയായിരിക്കും കേട്ടോ. ദാമനിൽ നല്ല ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്കാ വന്നിരിക്കുന്നത്. പിന്നെ ഓവറോൾ ഇങ്ങനെ വലിയ പൂക്കൾ കേട്ടോ. ഭയങ്കര ബ്രീതബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. മൽച്ചന്തേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇപ്പോ നല്ല ട്രെൻഡിങ്ങിലുള്ള ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ടയിൽ ഈ പറഞ്ഞ പോലെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്, ത്രെഡ് വർക്കാണ്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. 2650 ആണ്. ഈ ഒരു റേഞ്ചിൽ മൽച്ചന്തേരിയിൽ ഇത്രത്തോളം ഹെവി വർക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ സെറ്റിന്റെ അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. എല്ലാം നല്ലൊരു ഇംഗ്ലീഷ് ചാർട്ടിലാട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര എടുത്തു നിൽക്കുന്ന കളേഴ്സ് അല്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഓണിയൻ പിങ്കിന്റെ ഫാമിലിയിലാണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വെറൈറ്റി ആയിട്ടുള്ള സെറ്റുകളാണ്. പിന്നെ ഇതിന്റെ ബോട്ടം പറയാനാണെങ്കിൽ നല്ല കോട്ടൺ കംഫർട്ടിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റാണിത്. ഇത് ബോട്ടം ആണെങ്കിലും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കളർ ചാർട്ടിൽ അടുത്ത ഷെയ്ഡായിട്ട് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഒരു വയലറ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ്. പ്യുവർ കോട്ടൺ കോട്ട മെറ്റീരിയലുള്ള ഒരു സെറ്റാണിത്. വലിയ പ്രിന്റ്സ് ആണ് ഇതിന്റെ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റിൽ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ സെറ്റ് വന്നിരിക്കുന്നത്. താഴെയാണെങ്കിൽ ഒരു ലേസ് ബോർഡേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഈ ഒരു കട്ട് വർക്ക് ബോർഡറുള്ള ഡിസൈനും വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്, കാണാനും നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബോട്ടവും ഇതിന്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ, ഇപ്പൊ വൈറ്റിൽ ഏതാണോ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ഇതിന്റെ ബോട്ടം പ്യുവർ കോട്ടണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1420 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡും കൂടി നോക്കാം. ഇതാണ് കേട്ടോ അടുത്ത സെറ്റ് വന്നിരിക്കുന്നത്. സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡെയിലി യൂസ് സെറ്റ് ആണ്. ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് പോലും ചർച്ച് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റ് ആണ്. റേറ്റ് 1420 കേട്ടോ. മഡ്ക സിൽക്ക് മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് പ്രിന്റിൽ വന്നിരിക്കുന്ന ടോപ്പ് മെറ്റീരിയൽ ആണ് ഇത്. ഇതിന്റെ ബോട്ടം ഷാൻറ്റൂൺ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അജ്രക് പ്രിന്റിലുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. സെയിം മഡ്ക സിൽക്ക് മെറ്റീരിയലിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്.
ഈ ദുപ്പട്ട നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇപ്പൊ ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു ഇൻഡിഗോ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മെറൂണോ പ്ലെയിൻ ടോപ്പ് ഉണ്ടെന്നാണെങ്കിലും ഈവൻ ബ്ലാക്ക് പ്ലെയിൻ ടോപ്പ് ഉണ്ടെന്നാണെങ്കിലും നമുക്കിത് അതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതിന്റെ പ്രൈസ് 2080 ആണേ. ഇതിന്റെ 2 ഷെയ്ഡ്സും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കിയേക്കാം. ഈ ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് ഇതായിട്ട് വരുന്നത്. ഈ ഒരു മഡ്ക സിൽക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജൂട്ടിന്റെ ഫീൽ ആണ്, എങ്കിൽ ലൈറ്റ് വെയിറ്റും ആണ്, നമുക്ക് വാഷബിളും ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റ് കേട്ടോ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മെറ്റീരിയൽ. ഈ ഒരു ഇൻഡിഗോ ആണ് അടുത്ത ഷെയ്ഡായിട്ട് വരുന്നത്. ജിമിച്ചു മെറ്റീരിയലിൽ ഓവറോൾ ത്രെഡ് വർക്ക് ഉള്ള ഒരു സെറ്റാണ് അടുത്തതായിട്ട് വരുന്നത്. ഇതിന്റെ ടോപ്പ് പോർഷൻ തന്നെ ഇങ്ങനെ റിച്ച് ആയിട്ട് ത്രെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് സീക്വൻസിന്റെയും വർക്ക് ഓവറോൾ റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം മെറ്റീരിയൽ ആണെങ്കിൽ സാൻറ്റൂൺ മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ മെറ്റീരിയൽ വെച്ച് തന്നെ നമുക്ക് ലൈനിങ് യൂസ് ചെയ്യാം. എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ കൂടെ. ദുപ്പട്ടയാണെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള റിച്ച് വർക്കിലുള്ള ഒരു ദുപ്പട്ട തന്നെയാണ്. 2080 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്, ലൈനിങ് ഇൻക്ലൂഡഡ് ആയിട്ട്. നമ്മുടെ അടുത്ത സെറ്റും മഡ്ക സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് ഒരു വെറൈറ്റി ആട്ടോ, ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഈ ഒരു ഇതിന്റെ ദുപ്പട്ട ഒന്ന് നോക്കി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ്. അതിൽ ഓവറോൾ ഫ്ലവേഴ്സിന്റെ പോർഷനിലെല്ലാം റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊരു 3D എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത്. നെക്കിലെ ആ ഒരു എംബ്രോയിഡറി എല്ലാം കൂടി നല്ല റിച്ച് പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത്. സെറ്റാണിത്. ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സും കൂടി നോക്കാം. ഈ ഒരു യെല്ലോയിഷ് ബ്രൗൺ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അടുത്തത് വന്നത്. ഈ ഒരു റെഡിഷ് മെറൂണില് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സിനെല്ലാം നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 3350 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. വർത്തിട്ടായിട്ടുള്ള സെറ്റ് തന്നെയാണ്. സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലില് സെയിം കളറിൽ തന്നെ സെൽഫ് കളറിലെ എംബ്രോയിഡറി യോക്ക് പോർഷനിലും ടേലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണ്. 1550 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റാട്ടോ ഇത്. പ്യൂർ കോട്ടൺ മെറ്റീരിയലിൽ ഷിബോരി പ്രിന്റ് റൺ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. പേസ്ലി ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ബോട്ടത്തിന്റെ കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് കേട്ടോ യോക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു ഫോയിൽ പ്രിന്റ് ഓവറോൾ റൺ ചെയ്യുന്നുണ്ട്. ടോപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റഡ് ബോട്ടവും ജോർജറ്റ് ദുപ്പട്ടയാണ് സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. 1380 ആ ഒരു റേഞ്ചിലാണുള്ളത്. പക്ഷെ എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത എവർഗ്രീൻ പാറ്റേൺ ആണ് കേട്ടോ. അടുത്തത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റ് ആട്ടോ. പ്യൂർ കാന്ത കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷൻ ആണെങ്കിൽ മിറവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബാത്തിക് പ്രിന്റിന്റെ പാച്ച് ആണ്. ആ പാച്ച് നമ്മുടെ ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു എംബ്രോയിഡറി റൺ ചെയ്യുന്നുണ്ട് വിത്ത് ബുള്ളിയൻ നോട്ട്സ്. ഇതിന്റെ ദുപ്പട്ടയാണെങ്കിലും ബാത്തിക് പ്രിന്റിലുള്ള സോഫ്റ്റ് കോട്ടണിലുള്ള ദുപ്പട്ടയാണ്. 980 ആണ് കേട്ടോ ഈ സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിന്റെ അടുത്ത ഷെയ്ഡ്സ് നോക്കിയാലോ. ഈ ഒരു ടീൽ ഗ്രീൻ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് അടുത്ത കളർ. നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലാക്കിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ്. ബ്ലാക്ക് ക്രേപ്പ് മെറ്റീരിയലില് യോക്ക് പോർഷനിൽ നല്ല കോൺട്രാസ്റ്റ് കളറിൽ, അതായത് ഒരു പിങ്ക് ആൻഡ് പീച്ച് കളറിലാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. നെക്കാണെങ്കിൽ ഒരു റെഡിമെയ്ഡ്സിൽ അതിങ്ങനെ അധികം കാണാത്ത ഒരു ബക്കറ്റ് ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തന്നെ ഹാൻഡ് വർക്കിന്റെ ബുട്ടാസ് ഓവറോൾ കൊടുത്തിട്ടുണ്ട്. ബോഡിയിലും നമ്മുടെ ദുപ്പട്ടയിലും ആ ഒരു ബുട്ടാസ് ഓവറോൾ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബോർഡേഴ്സിൽ, നമ്മുടെ ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഉണ്ട്. ഹാൻഡ് വർക്ക് പ്ലസ് സീക്വൻസ് വർക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബ്ലാക്കിൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്സിൽ വരുമ്പോൾ നല്ല ഒരു വെറൈറ്റി ലുക്കാണ് ഉള്ളത്. ഇത് നമുക്ക് എ ലൈനായിട്ടും സ്ലിറ്റഡ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. 1850 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കൂടി നോക്കാം. എല്ലാം ബ്ലാക്കിലാണ്, ബാക്കി കളേഴ്സ് നോക്കാം. ആണ് ഇതിന്റെ അടുത്ത ഷെയ്ഡ് കേട്ടോ.
ആൻഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റ് കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ്. ക്രേപ്പ് ഫ്ലെയർഡ് ആണെങ്കിലും സ്ലിറ്റഡ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത നല്ല ഭംഗിക്ക് കിടക്കും കേട്ടോ. ഞങ്ങളുടെ ഈ ആഴ്ചത്തെ പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. പ്രോഡക്ട്സ് വീഡിയോസ് കൂടാതെ നമ്മുടെ ഇവിടെയുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടുള്ള ട്യൂട്ടോറിയൽസും നിങ്ങളുടെ സ്റ്റൈലിംഗ് ടിപ്സ് ഒക്കെ ഇനി മുതൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ പ്രോഡക്ട്സ് വീഡിയോസ് കൂടാതെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.